നമ്മുടെ ഓരോ കാര്യവും എനിക്ക് ചലനമുണ്ടാക്കുന്ന, എനിക്ക് ഉന്മേഷം നൽകുന്ന, എൻ്റെ മനസ്സിന് വിശാലത ഉണ്ടാക്കുന്ന, എൻ്റെ ഹൃദയത്തിന് എക്സ്പാൻഷൻ കിട്ടുന്ന എന്തെങ്കിലും കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോഴാണ് പാരൻറ്റിങ് പോലും എക്സ്പാൻഷൻ്റെയും മൂവ്മെൻറ്റിൻ്റെയും പാഠങ്ങളാക്കി മാറ്റുമ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ വാർത്തെടുക്കണം. എൻ്റെ കുട്ടി എൻ്റെ സ്വന്തം കുട്ടി, എൻ്റെ മാത്രം കുട്ടി, എന്നെ നോക്കാനുള്ള കുട്ടി, എൻ്റെ കുടുംബത്തെ നോക്കാനുള്ള കുട്ടി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാത്ത കുട്ടി, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശം പറയിപ്പിക്കാത്ത കുട്ടി, ഒതുങ്ങി. അപ്പോൾ നമ്മുടെ ലോകം മൊത്തം ആ കുഞ്ഞിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ കുഞ്ഞിന് എന്തെങ്കിലും അബദ്ധങ്ങളോ ചെറിയ മിസ്റ്റേക്കുകളോ വരുന്നതോട് കൂടി തന്നെ നമ്മൾ അവിടെ സ്റ്റക്കായി. ഇവൻ എന്താ ഇങ്ങനെ, ഇവൻ എന്താ റെഡി ആവാത്തത് എന്ന രീതിയിലേക്ക് ഞാനും അവനും എന്ന ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ എത്തതിനപ്പുറത്തേക്ക് എൻ്റെ കുട്ടി തന്നെയാണ്, പക്ഷേ ഈ ലോകത്തിന് സമർപ്പിക്കാനുള്ള കുട്ടിയാണ്, സമൂഹത്തിന് കൊടുക്കാനുള്ള കുട്ടിയാണ്, സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള കുട്ടിയാണ് എന്ന രൂപേണ ആ കുട്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചില കുറവുകളോ പോരായ്മകളോ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കൂടി നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവനെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. ആ രീതിയിലേക്ക് നോക്കുമ്പം അവിടുത്തെ ഇൻറ്റൻഷൻ കറക്റ്റായി. എത്ര പാരൻസിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും, എൻ്റെ കുഞ്ഞ് ഈ സമൂഹത്തിനുള്ളതാണ്, നാട്ടുകാരെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനുള്ളതാണ്. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ വാർത്തെടുക്കുന്ന പ്രവർത്തനവും ഒന്നും മോശം കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടിയെ വാർത്തെടുക്കുന്ന പ്രവർത്തനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ആക്സിഡൻ്റ് ആകാതിരിക്കാൻ വേണ്ടി കാർ ഓടിക്കുന്നതും യാത്ര ആസ്വദിക്കാൻ വേണ്ടി കാർ ഓടിക്കാൻ പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആക്സിഡൻ്റ് ആവാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതിയായിരുന്നു, അത് വേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ ഇൻറ്റൻഷൻ തെറ്റുന്നതോടുകൂടി തന്നെ അത് പ്രവർത്തിച്ച് വരുമ്പോഴേക്ക് നമ്മൾ ചെയ്യാം. കാരണം ആ ഡ്രൈവിംഗ് പഠിച്ച് വരുമ്പോഴേക്ക് ആക്സിഡൻ്റ് ആകാതെ ഓടിക്കുക എന്നുള്ളത് മാത്രം ഇൻറ്റൻഷൻ ആക്കുമ്പോൾ ഇറങ്ങുന്ന എല്ലായിടത്തും മനസ്സിടിങ്ങിയിട്ടായിരിക്കുക, ആക്സിഡൻ്റ് ആവോ. ഭയങ്കര സൂക്ഷ്മതയായിരിക്കും അവർക്ക് ഉണ്ടാവുക, പക്ഷേ വികാസം ഉണ്ടാകുന്നില്ല എന്നുള്ള ഈ ഒരൊറ്റ പോയിന്റ് മാറ്റുമ്പോൾ തന്നെ, ഈ ഒരൊറ്റ കോണ്ടെക്സ്റ്റ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ട്രാജക്ടറിയെ മാറിപ്പോണതായിട്ട് കാണാൻ പറ്റും. ഇവിടെയൊക്കെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയൊക്കെ നമ്മളെ മനസ്സ് പ്രപഞ്ച നിയമവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മളത് പ്രപഞ്ച നിയമത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇൻറ്റൻഷൻ ഇത്ര നല്ലൊരു ഇൻറ്റൻഷനാക്കി സെറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ നമ്മൾ വാർത്തെടുക്കുന്നതിനൊക്കെ പിറകിൽ നമുക്ക് വേണ്ടി മാത്രമല്ലേ ഈ കുഞ്ഞിനെ ഞാൻ വാർത്തെടുക്കുന്നത്. ഈ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ പ്രാർത്ഥന കൂടി ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. ഈ കുട്ടിയെ ഡോക്ടറാക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് എൻ്റെ ഇൻറ്റൻഷൻ. ആ സമയം മുതൽ തന്നെ ആ ഇൻറ്റൻഷൻ തന്നെ, ആ നീയത്ത് തന്നെ പ്രാർത്ഥനയായി ഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് നിങ്ങൾ പഠിപ്പിക്കാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തുമ്പം, ആ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തരം ആരാധന തന്നെയാണ്, ഒരു തരം പ്രാർത്ഥനയ്ക്ക് സമാനം തന്നെയാണ്, ഒരു തരം സൽക്കർമ്മം തന്നെയാണ്. കാരണം സൊസൈറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ വാർത്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ മാത്രം എനർജി അല്ല വന്നുകൊണ്ടിരിക്കുന്നത്, കടലിൻ്റെ ഊർജ്ജം വന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊരു തുള്ളിയാം അമ്മയായിരിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞൊരു തുള്ളിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ തുള്ളിയെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്? ഒരു കടലിലേക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് തുള്ളികളാകുന്ന പേഷ്യൻസിൻ്റെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഇപ്പോഴേ ഞാൻ വാർത്തെടുക്കാമെന്ന് പറയുമ്പം വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് എന്നുള്ളത് മാത്രം ഒരു എക്സാമ്പിൾ ആക്കിയെടുക്കാം. ചെയ്യുന്ന ഏത് പദ്ധതിയാണെങ്കിലും, ഏത് പ്രോജക്റ്റ് ആണെങ്കിലും, എന്ത് ഡ്രീം ആണെങ്കിലും, എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും, എന്ത് ബിസിനസ് ആണെങ്കിലും, എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ഇതിലൊക്കെ ഇത്തരത്തിലൊരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമാറ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടാനുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 വർഷം മുന്നേ ഈ ഫീൽഡിലേക്ക് വരുമ്പം എൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കാണാത്ത, അവരിലേക്ക് എനിക്ക് എത്തിയിട്ട് അവരിലേക്കൊക്കെ ഇത്തരത്തിലുള്ള എൻലൈറ്റനിങ് വിസ്ഡം കൊടുക്കണം എന്നൊരു ഇൻറ്റൻഷൻ മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അവിടെ എൻ്റെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കണത് ഞാൻ കണ്ടു. ആ മാനിഫെസ്റ്റേഷൻ ഞാൻ കണ്ടത് കേവലം മൈൻഡ് പവറും അതിൻ്റെ തിയറീസും വർക്കൗട്ട് ആവുന്നതിനപ്പുറത്തേക്ക് പ്രപഞ്ച നിയമങ്ങളെ ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് സംവിധാനിച്ച സംവിധായകനാകുന്ന തമ്പുരാൻ എത്ര മാധുര്യത്തോടു കൂടിയിട്ടാണ്, അത്ഭുതത്തോടു കൂടിയിട്ടാണ്, സർപ്രൈസിങ്ങോട് കൂടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ സ്വപ്നങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പം, ഓരോ മൈൽ സ്റ്റോണുകളും താണ്ടി മുന്നോട്ട് പോകുന്തോറും നടക്കുന്നതിൻ്റെ പിറകിലെ ശാസ്ത്രം മാനിഫെസ്റ്റേഷൻ എന്ന് പറയാമെങ്കിൽ കൂടി ഇത് ഗുരുത്വാകർഷണ ബലമാണ് എന്ന് ന്യൂട്ടൺ പറഞ്ഞതുപോലെ ആണെങ്കിൽ കൂടി ഗുരുത്വാകർഷണ ബലം സംവിധാനിച്ചവനും ആപ്പിൾ സംവിധാനിച്ചവനും ഗുരുത്വാകർഷണ ബലത്തിലേക്ക് ആപ്പിൾ ഇങ്ങനെ ചേർത്ത് വെച്ചവനും അതിൽ ഇടപെടുന്ന ഒരു മാജിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പറയാം സൈറ്റിനപ്പുറത്തേക്ക് ഇൻസൈറ്റ്, ചന്ദ്രന് പിറകിലെ സൂര്യൻ, അതുപോലെ തന്നെ ശില്പത്തിന് പിറകിലെ ശില്പിയെ കാണുക എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പിറകിൽ സംഭവിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ,
ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഫെയ്ത്ത് കൂടണം. എന്തിലുള്ള? ഇതൊക്കെ ചെയ്യാനുള്ള ഫെയ്ത്ത് അല്ല, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇത് നടത്തി തരുന്നവനിലേക്കുള്ള ഫെയ്ത്ത് കൂടുന്നു എന്നൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. പലപ്പോഴും ടൂളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുമ്പോഴേക്ക് ടൂളാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ച് പോകുന്നു പല ആൾക്കാരും. ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാം, ഫോർഗീവ്നെസ് ആണ് എല്ലാം, മെഡിറ്റേഷനാണ് എല്ലാം, വിഷ്വലൈസേഷനാണ് എല്ലാം. ഇതൊക്കെ ആ പ്രകൃതി നിയമത്തിലേക്ക് നമ്മളെ ചേർത്ത് പോളിഷ് ചെയ്ത് റീ അലൈൻ ചെയ്യാനുള്ള ടൂളുകൾ മാത്രമാണ്. ഈ ടൂളുകളൊക്കെ കറക്റ്റാക്കി വെക്കുന്ന സമയത്ത് ഇത് ഫൈൻ ട്യൂൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നവനുണ്ട്. അവനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഈ ടൂളുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് മിക്കവാറും നമുക്ക് നഷ്ടത്തിലായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല ആളുകളും ഇതുപോലത്തെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയും എനിക്ക് എൻ്റെ ആ സ്വപ്ന വീട് ഞാൻ സാക്ഷാത്കരിച്ചു, എൻ്റെ സ്വപ്ന കാറ് ഞാൻ വാങ്ങിച്ചു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പോലും സമയം ഉണ്ടായിരിക്കില്ല, ആ വാഹനം ഉപയോഗിക്കാൻ പോലും സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആഗ്രഹിച്ചത് കിട്ടിയെന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താണ്? ഗുണം കിട്ടുന്ന അറിവ്, ഗുണകരമായിട്ടുള്ള വീട്, ഗുണകരമായിട്ടുള്ള ബന്ധം, അതല്ലേ നമുക്ക് ആവശ്യം. ഗുണകരമായിട്ടുള്ള പണം. അപ്പോൾ ഗുണകരമായ രീതിയിൽ തന്നെ അത് സംഭവിക്കണമെങ്കിൽ കേവലം ആ മെറ്റീരിയൽ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആ മെറ്റീരിയൽ നമ്മളിലേക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെലിവറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റെക്നെസ്സുകളോ ചലഞ്ചുകളോ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക, മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുക. പണം തരുന്നവൻ, കുട്ടികളെ തരുന്നവൻ, ആരോഗ്യത്തെ തരുന്നവൻ മാത്രമല്ല തമ്പുരാൻ, അത് പരിപാലിക്കുന്നവൻ കൂടിയാണ്. എന്നാൽ എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ പണം നേടിയെടുത്തു, എൻ്റെ മൈൻഡ് പവർ കൊണ്ടും ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തല്ലോ, ഇനി നിലനിർത്താൻ എൻ്റെ മൈൻഡ് പവർ എന്നെ ഉപയോഗിച്ചോ എന്നാണ് നമ്മൾ പറയാം. അതിനപ്പുറത്തേക്ക് ഇത് കിട്ടുന്ന സമാനമായ അവസ്ഥയിലേക്ക് ഞാൻ എന്നെ റെഡിയാക്കി നിർത്തിയപ്പം അവിടുന്ന് എനിക്ക് കിട്ടി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥക്ക് റെഡിയായ ട്യൂണിങ്ങിലേക്ക് ഞാൻ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് റെഡിയായി നിന്നപ്പം എൻ്റെ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ മുകളിൽ നിന്നും എനിക്കത് ഡെലിവറി ചെയ്ത് കിട്ടാൻ ചില കണ്ടീഷൻസ് വരുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുമെന്ന് പ്രഖ്യാപനമാണ്, അത് 100% ഉറപ്പാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്, കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത്. നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വലിയ അലമാരയും അതുപോലെ തന്നെ സോഫ സെറ്റൊക്കെയാണ് ന്യൂ ഇയർ ആയിട്ട്. പക്ഷെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഫുള്ള് സാധനങ്ങളും ചവറുകളിട്ട് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ സാധനങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഡെലിവറി ഓക്കെയാണ്, പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിരിക്കണം. അതിനുവേണ്ടി കുറച്ച് ഫോർഗീവ്നെസ് ഒക്കെ ചെയ്ത് മനസ്സങ്ങ് നീറ്റാക്കി വെച്ചേക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലേക്ക് വരുമ്പോൾ ഇൻ ശക്കർത്തും അസീദ് എന്നൊക്കെ എന്നുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യാണ്. നീ നന്ദിയുള്ളവനായിരിക്കും, എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തരാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്തുകൊണ്ട് ഏതെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ എഴുതി തീർത്തേക്കണേ, പറഞ്ഞ് തീർത്തേക്കണേ. അപ്പോൾ റോഡൊക്കെ ഒന്നും കാലിയായി കിട്ടും. ഓൾറെഡി റൂമിൽ കുറച്ച് ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാലേ പുതിയത് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നീ മാറ്റാൻ തയ്യാറാവണില്ലെങ്കിൽ, പക്ഷേ നിൻ്റെ ആഗ്രഹം അത്രമാത്രമാണ് നിനക്ക് തരണമെന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നീ പോലും അറിയാതെ നിൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഇപ്പോഴുള്ള ഫർണിച്ചർ ഞാൻ പുറത്തിടും. അപ്പോൾ ആദ്യം തോന്നുക ഇതെന്താ നഷ്ടങ്ങളാണല്ലോ, ഇതിനിറങ്ങി തിരിച്ചത് മുതൽ കയ്യിലുള്ളതൊക്കെ പോവാണല്ലോ. പോവല്ല, റീപ്ലേസ്മെൻ്റ് ആണ്. കാരണം നീ ശ്രദ്ധിക്കുന്നില്ല, ഇത് മാറ്റിയാലേ അടുത്തത് വരുള്ളൂ. അപ്പോൾ അതൊന്നും മാറി നിൽക്കുന്നില്ല. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് ദുബായിൽ പോയിട്ട് സെറ്റിൽഡ് ആകണം. ഇത് നമ്മുടെ വല്ലാത്തൊരു അഭിലാഷമായിട്ട് ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കുകയാണ്. എന്നാൽ ദുബായിലേക്ക് പോകും വേണം. ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് ലെവലേഷൻ പോലും മാറാൻ തയ്യാറല്ല. പക്ഷെ നിനക്ക് ദുബായിൽ എത്തിയിരിക്കണം എന്നുള്ള ആഗ്രഹം അത്രമാത്രം തീവ്രമാകുമ്പം നിനക്ക് ഇപ്പോഴത്തെ ജോലി വിടണ്ട എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ പെൺകുട്ടീനെ തന്നെ വേണം, ആ കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം, പക്ഷേ ഈ കുട്ടീനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. അതിപ്പോൾ എങ്ങനെ ശരിയാവുക? ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയല്ലേ പരിപാടി എടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഏതിനോടാ താല്പര്യം കൂടുതൽ? ഈ കുട്ടിയോടാ താല്പര്യം കൂടുതലെങ്കിൽ ഒരു പോയിന്റ് കൂടി നിൽക്കണമെങ്കിൽ മറ്റേ കുട്ടി മിക്കവാറും നിന്നെ തേച്ച് പോകും. ഇനി അതല്ല, ആ കുട്ടിയോടാ താല്പര്യം കൂടി നിൽക്കണമെങ്കിൽ മിക്കവാറും ഈ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ എക്സിറ്റ് അടിച്ച് പോകും. ഈ രൂപേണ നമ്മൾ ഏതിലേക്കെങ്കിലും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംഭവിക്കുമ്പം ഇതിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാനായിട്ടിരിക്കാൻ ഈ മാനിഫെസ്റ്റേഷൻ പ്രിൻസിപ്പിൾസും ഐഡിയാസൊക്കെ നമ്മളെ സഹായിക്കും, ടൂളായിട്ട് നമ്മളെ മനസ്സിനെ ക്ലാരിറ്റിയിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ലെറ്റ് ഇൻ ഗോ ആവശ്യമാണ്. നിൻ്റെ പഴയ കാലഘട്ടത്തിലെ കുറേ ഇമോഷൻസ് നീ കെട്ടിപ്പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നീ പാസ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നീ സ്റ്റെക്നെസ്സിലാണ്. നീ ചലിക്കുമ്പോൾ മാത്രമേ നിനക്കുള്ള പുതിയ കാര്യങ്ങൾ വരുള്ളൂ. അല്ലാണ്ട് ഇരിക്കുന്നോട് തന്നെ ഇരുന്നാൽ അടുത്തത് വരൂല. അതുകൊണ്ടാണ് പറഞ്ഞത്, റൂഹി പറയുന്നു, ഇറങ്ങിത്തിരിക്കുക, മുന്നിൽ തെളിയുന്നതാണ് വഴി. അപ്പോൾ ഇറങ്ങണം അല്ലേ? സമർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങണം. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം. നിനക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ചോദിച്ചാൽ ഉത്തരം തരും എന്ന് പറയുന്ന ദൈവിക നിയമത്തിൻ്റെ എന്താണ്, അത് ഏത് അടിസ്ഥാനത്തിലാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം പരിപൂർണമായിട്ടും
പ്രാർത്ഥന എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെ ഈ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി എടുക്കാം എന്നത്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്പോട് കൂടി നമ്മൾ പഠിച്ചെടുക്കുന്നതിന് സഹായകമാകുന്നു ഈ മാനിഫെസ്റ്റേഷൻ ടൂളുകളെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. എന്നാൽ മാനിഫെസ്റ്റേഷൻ ടൂളുകൾ മാത്രമാണ് ഇതൊക്കെ സംഭവിപ്പിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് രോഗം തരുന്നവനും മാറ്റുന്നവനും ദൈവമാണോ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അധീനതയിൽപ്പെട്ട കാര്യമാകുന്നു. എന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് അസുഖം മാറുന്നത് എന്ന് പറയുമ്പം, മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം, ഡോക്ടർക്ക് ഈ അറിവ് എങ്ങനെയാണ് കിട്ടിയത്? ഈ അസുഖം മാറ്റാനുള്ള ഇതിൻ്റെ മരുന്ന് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഈ മരുന്നിനുള്ള വിഭവങ്ങൾ ആരാണ് സംവിധാനിച്ചിട്ടുള്ളത്? ഡോക്ടർ ആരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഡോക്ടറുടെ ചിന്തകൾ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നോക്കുമ്പോഴാണ് ഡോക്ടർ ഒരു കാരണമാകുന്നു, മാനിഫെസ്റ്റേഷൻ ഒരു കാരണമാകുന്നു, മാനിഫെസ്റ്റേഷൻ മാത്രമാണ് കാരണം, മാനിഫെസ്റ്റേഷൻ മാത്രമാണ് കാര്യം എന്ന് പറയുന്നിടത്താണ് നമ്മൾ വ്യതിചലിച്ച് പോകുന്നതെന്നുള്ളതാണ്.